ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗ. 2-ാമത്തെ അധ്യായത്തിലെ 13 ശ്ലോകങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു. ഇനി നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമാപായിനോ അനിത്യാസ്ഥാ സ്ഥിതിക്ഷസ്വ ഭാരത. അർത്ഥം നോക്കാം. മാത്രാ സ്പർശസ്, അർത്ഥം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും. തു, തീർച്ചയായും. കൗന്ദേയ, കുന്തിപുത്ര. ശീതോഷ്ണ, തണുപ്പ് ചൂട്. സുഖദുഃഖദ, സുഖം ദുഃഖം. ആഗമാപായിനോ, വരികയും പോവുകയും. അനിത്യ, സ്ഥിരമല്ലാത്തത്. സ്തതാം, അവരെ തന്നെ. തിദിക്ഷസ്വ, സഹിക്കുക. ഭാരത, ഭരത വംശജൻ. ശ്ലോകാർത്ഥം നോക്കാം. അലയോ കുന്തിപുത്ര, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ തണുപ്പും ചൂടും സുഖവും ദുഃഖവും പോലെ വരികയും പോവുകയും ചെയ്യും. അത് സ്ഥിരമല്ലാത്തതാണ്. അവയെ നിർവികാരനായി സഹിച്ചുകൊള്ളുക. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അല്ലയോ കുന്തിപുത്ര, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമാകട്ടെ ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയെ പ്രദാനം ചെയ്യുന്നവയും വന്നും പോയിരിക്കുന്നവയും ആകുന്നു. അതുകൊണ്ട് അല്ലയോ അർജുന, അവയെ ധീരമായി സഹിക്കുക. ഇവിടെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും എങ്ങനെയാണ് അകറ്റുന്നത്? അതിനുള്ള പ്രാരംഭ നടപടിയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി ഇന്ദ്രിയ വിഷയരൂപത്തിൽ അനുഭവപ്പെടുന്ന ദൃശ്യങ്ങളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. അതായത് ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിങ്ങനെ മാറി മാറി വിരുദ്ധ അനുഭവങ്ങൾ ഉളവാക്കുന്നവയാണ് ജഡങ്ങളായ വിഷയങ്ങൾ. അതായത് ചിലപ്പോൾ തണുപ്പ് ഉണ്ടാകും. ആ തണുപ്പ് ചില സമയത്ത് നമുക്ക് വളരെ സുഖകരമായിരിക്കാം. എന്നാൽ മറ്റു ചില സമയത്തോ അത് വളരെയധികം ദുഃഖമായിരിക്കാം. അതുപോലെ തന്നെയാണ് ഉഷ്ണവും. അതുകൊണ്ട് ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. ചൂടായാലും തണുപ്പായാലുമൊക്കെ നമ്മുടെ ശരീരം കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. ചില സമയത്ത് തണുപ്പായിരിക്കാം നമുക്കാവശ്യം. മറ്റു ചില സമയത്ത് ഈ തണുപ്പ് നമുക്ക് ദോഷമായും ഭവിക്കാം. തണുപ്പ് ദോഷമായിരിക്കുന്ന സമയത്ത് തണുപ്പിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അതേ തണുപ്പ് തന്നെ ആയിരിക്കാം ചില സമയത്ത് നമുക്ക് ഉപകാരമായി ഭവിക്കുന്നത്. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ ദുഃഖിക്കാതിരിക്കുകയും സുഖം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും ചെയ്യുക. എല്ലാത്തിനെയും ധീരമായി നിർവികാരനായി നേരിടുക എന്നതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അർജുനൻ തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് തൻ്റെ ജനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഈ തൻ്റെ ജനങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് ജീവഹാനി ഉണ്ടാവുകയാണെങ്കിൽ അത് എന്നെ ബാധിക്കും, എനിക്ക് ദുഃഖമുണ്ടാക്കും എന്ന് പറയുന്ന അവസരത്തിലാണ് ഭഗവാൻ ഇത് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് തോന്നാം ഈ യുദ്ധം മോശമാണെന്ന്. മറ്റു ചില സമയങ്ങളിൽ ഈ യുദ്ധം നല്ലതാണെന്നും നമുക്ക് തോന്നാം.
അതുകൊണ്ട് യുദ്ധത്തെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. എന്താണോ ഇപ്പോൾ നമുക്ക് ആവശ്യം അത് ചെയ്യുക. കാരണം ക്ഷത്രിയനായ അർജുനൻ്റെ ദൗത്യമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അവിടെ സ്വജനം എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതെല്ലാം വന്നും പോയി ഒക്കെ തന്നെ ഇരിക്കും. ഇതിനെയെല്ലാം നിർവികാരമായി നേരിടുക എന്നതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കർമ്മം എന്താണോ അത് അനുഷ്ഠിക്കുക. കാരണം ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. യം ഹിന വ്യഥ യന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അർത്ഥം നോക്കാം. യം ആരെ, ഹി തീർച്ചയായും, ന വ്യഥയന്ത്യേ ദുഃഖിപ്പിക്കുന്നില്ല, ഏതേ ഇപ്പറഞ്ഞത്, പുരുഷം പുരുഷൻ, പുരുഷർഷഭ മുഖ്യപുരുഷൻ, സമ ദുഃഖ സുഖം സുഖദുഃഖങ്ങൾ ഒരുപോലെ, ധീരം ധീരൻ, സോ അവൻ, അമൃതത്വായ മോക്ഷത്തിന്, കൽപ്പതേ അനുയോജ്യമായ. ശ്ലോകാർത്ഥം നോക്കാം. ഹേ പുരുഷശ്രേഷ്ഠ, ദുഃഖവും സുഖവും ഒരേ കണക്കിനു ഗണിക്കുന്ന ധീരനായ പുരുഷൻ ആരാണോ അവൻ മോക്ഷത്തിന് അനുയോജ്യനായി തീരുന്നു. ഇതാണ് ഭഗവാൻ വീണ്ടും അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് എല്ലാ പ്രശ്നങ്ങളും, അതായത് സുഖവും ദുഃഖങ്ങളും ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ തുല്യമായി കണ്ട് ഇതെല്ലാം ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കർമ്മം ധീരമായി അനുഷ്ഠിക്കുന്ന ഏതൊരു പുരുഷനാണോ അവൻ മോക്ഷത്തിന് അർഹനാകുന്നു എന്നാണ് ഭഗവാൻ വീണ്ടും അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ദുര്യോധനന് സ്വർഗം ലഭിച്ചത്. കാരണം ദുര്യോധനൻ യുദ്ധം ചെയ്ത് വീരനായി മരണപ്പെടുകയായിരുന്നു ചെയ്തത്. ഓരോ മനുഷ്യനും അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. അവിടെ സ്വന്തം ജനങ്ങൾ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ തന്നെ ഇന്ത്യൻ സൈന്യം, ഭാരതത്തിലെ സൈന്യം യുദ്ധത്തിന് പോവുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് തൻ്റെ ബന്ധുജനങ്ങളാകാം. പക്ഷേ തൻ്റെ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു പട്ടാളക്കാരൻ എതിർ രാജ്യത്തിനു വേണ്ടി നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന ചിലപ്പോൾ സ്വന്തം സഹോദരനാകാം, മറ്റു ബന്ധുജനങ്ങളാകാം. അവരെ കാണുമ്പോൾ യുദ്ധം ചെയ്യാതെ തിരികെ പോകുന്നത് ശരിയല്ല. ബന്ധുക്കൾക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത് ശരിയല്ല. അതാണ് ഇവിടെ ഭഗവാൻ നമ്മളെ എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകട്ടെ, എതിർപക്ഷത്ത് ഒരാൾ വരുന്നു, അത് നമ്മുടെ ബന്ധുവായിരിക്കാം. ആ ബന്ധു വന്നിട്ട് വഴിവിട്ട ഒരു സഹായമായിരിക്കാം നമ്മളോട് വന്ന് ചോദിക്കുന്നത്. സ്വന്തം ജനം ആണെന്ന് കരുതി വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നത് നീതിയല്ല. സ്വജനങ്ങൾക്ക് വേണ്ടി തൻ്റെ കർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നത് നീതിയല്ല. ഇപ്പോൾ പോലീസിൻ്റെ അടുത്താണെങ്കിലും ആ പോലീസ് എന്തു ചെയ്യണം? നീതി നടപ്പിലാക്കണം. എതിർപക്ഷത്ത് നിൽക്കുന്നത് തൻ്റെ ജനമാണെന്ന് കണ്ട് അയാളുടെ നീതി നടപ്പിലാക്കാതിരിക്കരുത്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഭഗവാൻ ഇവിടെ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. എതിർപക്ഷത്ത് നിൽക്കുന്നത് സ്വജനങ്ങളാണെന്ന് കരുതി യുദ്ധം ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ല.
ധീരമായി എല്ലാ ദുഃഖങ്ങളെയും ഒരുപോലെ കണ്ട് സുഖങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം ഒരുപോലെ കാണണം. എന്തായാൽ തന്നെയും ഗുരുനാഥനായാലും ബന്ധുജനങ്ങളായാലും യുദ്ധത്തിൽ മരണപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അർജുനന് ഉണ്ടാകും. പക്ഷേ അതിനെയെല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മനസ്സ് അർജുനന് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതൊരുവനാണോ സുഖങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം ഒരുപോലെ കാണുന്നത് അവന് തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും എന്നുകൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നു. നിങ്ങൾക്ക് ഈ 2 ശ്ലോകങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓരോ ശ്ലോകത്തിൻ്റെയും ശരിയായ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. എല്ലാവരും നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.